കോഴിക്കോട് വടകരയിൽ കരിമ്പന പാലത്തിന് സമീപം കാരവനിൽ കണ്ടെത്തിയ മൃതദേഹങ്ങളുടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. മരിച്ച കാസർഗോഡ് സ്വദേശി ജോയലിന്റെയും മലപ്പുറം സ്വദേശി മനോജിന്റെയും പോസ്റ്റ്മോർട്ടം നടപടികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പൂർത്തീകരിച്ചതിനു ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകും. പ്രാഥമിക പരിശോധനയിൽ സംശയാസ്പദമായി ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. ഇംതിയാസ് കരീം നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഇംതിയാസ്, ഇപ്പോൾ പോലീസിന്റെ മുന്നിലുള്ള സംശയങ്ങൾ എന്തൊക്കെയാണ്? ഇത് AC വെന്റ് കേടായതിനെ തുടർന്നുള്ള ഒരു ഗ്യാസ് വന്നിട്ടുള്ള ഒരു അപകടം, ഗ്യാസ് ലീക്കായുള്ള ഒരു അപകടമാണ് എന്ന് സംശയിക്കുന്നുണ്ട്. പോലീസ് പറയുന്ന, ഇപ്പോൾ ഇന്നലെ രാത്രിയാണ് ഈ സംഭവം, പക്ഷേ ഇന്നലെ രാത്രി ഇൻക്വസ്റ്റ് നടപടികളൊന്നും പൂർത്തിയാക്കില്ല. ഇന്ന് രാവിലെയാണ് ഇൻക്വസ്റ്റ് ചെയ്തത്. അപ്പം പോലീസിന്റെ പ്രാഥമികമായ നിഗമനം, വിലയിരുത്തൽ എന്താണ്? ആര്യ, കോഴിക്കോട് വടകരയിൽ കാരവാനിൽ 2 പേർ മരിച്ച ഈ സംഭവത്തിൽ ഇൻക്വസ്റ്റ് നടപടികളെല്ലാം തന്നെ ആര് സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ നമ്മളോട് ആദ്യഘട്ടത്തിൽ തന്നെ ഡിവൈഎസ്പിയും വടകര CIയും എല്ലാം തന്നെ പ്രതികരിച്ചിരുന്നു. ഇവർ ഈ പരിശോധനയ്ക്ക് ശേഷം പ്രതികരിച്ച സമയത്ത് മാധ്യമങ്ങളോട് പറഞ്ഞത് സംശയാസ്പദമായി ഒന്നും തന്നെ ഇതിൽ നിന്നും കണ്ടെത്താനായിട്ടില്ല. അതായത് അസ്വാഭാവികമായ രീതിയിൽ ചോരക്കറയോ ആ രീതിയിലൊന്നും കണ്ടെത്താനായിരുന്നില്ല. പക്ഷേ ഇതിൽ ഒരാളുടെ മൃതദേഹത്തിൽ, അതായത് നേരത്തെ തന്നെ ഉള്ളത് ഈ കാരവനിൽ ഈ AC വർക്ക് ചെയ്തത് കൊണ്ട് തന്നെ ഇവർ ഒരുപാട് സമയം വടകര ഈ ഭാഗത്ത് ഒരുപാട് സമയം ഈ കാരവൻ നിർത്തിയിട്ടിരുന്നു. ഇതുമൂലം ഈ AC-യിൽ നിന്ന് ലീക്കേജ് ഉണ്ടായി അത് കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചത് മൂലമാണോ ഇത്തരത്തിലൊരു മരണം ഉണ്ടായത് എന്ന് സംശയമുണ്ട്. ആ സംശയം പോലീസും പങ്കുവെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരാളുടെ മൃതദേഹത്തിൽ നിന്ന് അല്പം ചോര വാർന്നതായിട്ട് കണ്ടിരുന്നു എന്ന് സുഹൃത്തുക്കളും നമ്മളോട് പങ്കുവച്ചിരുന്നു. ഇതിപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായിട്ട് 2 പേർ, അതായത് കാസർഗോഡ് സ്വദേശിയായിട്ടുള്ള ജോയലിൻ്റെയും അതുപോലെ തന്നെ മലപ്പുറം വണ്ടൂർ സ്വദേശിയായിട്ടുള്ള മനോജിൻ്റെയും 2 പേരുടെയും മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ന് വൈകിട്ടോട് കൂടി തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ഒരു പ്രാഥമിക വിവരം, പോസ്റ്റ്മോർട്ടത്തിൽ ഒരു പ്രാഥമിക വിവരം നമുക്ക് ലഭിക്കുമെന്നാണ്. അതിൽ ഒരുപക്ഷെ കൃത്യമായി മനസ്സിലാകും കാർബൺ മോണോക്സൈഡാണ് ശ്വസിച്ചതെങ്കിൽ, അതുമൂലമാണ് മരണമെങ്കിൽ അത് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആദ്യഘട്ടത്തിൽ തന്നെ വ്യക്തമാകുമെന്ന് ഉറപ്പാണ്. അതിനപ്പുറം ഇന്ന് ഡോഗ് സ്ക്വാഡ്, അതുപോലെ തന്നെ വിരലടയാള വിദഗ്ധർ, ഫോറൻസിക് സംഘം ഇവരെല്ലാം എത്തി. അതായത് ഒരാളുടെ മൃതദേഹം ഉണ്ടായിരുന്നത് കാരവാനിലേക്ക് കയറുന്ന വാതിൽപ്പടിയിലാണ്. ആ വാതിൽപ്പടി മുതൽ അങ്ങോട്ട് ഉള്ളോട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ കൃത്യമായി ഈ വിരലടയാള വിദഗ്ധരടക്കം പരിശോധിച്ചിട്ടുമുണ്ട്. അതിനപ്പുറം ഈ കാരവനിന്റെ മുൻഭാഗത്ത് ഉണ്ടായിരുന്ന, അതായത് ഡ്രൈവറും ക്ലീനറും എല്ലാം ഇരിക്കുന്ന ഭാഗത്ത് ഒരു ക്യാമറയുണ്ട്. ആ ക്യാമറയിലെ ദൃശ്യങ്ങൾ, ആ ക്യാമറ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ അതിലെ ദൃശ്യങ്ങൾ എങ്ങനെയാണ്, അതും ഇവർ പ്രവർത്തിച്ചു വരികയാണ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കാർബൺ സമയമൊക്കെ ആയിരുന്നുവെങ്കിൽ, ഉറങ്ങുകയായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ അസ്വസ്ഥത വന്ന് ഇവർ. ശരി, ഇംതിയാസ് കരീമാണ് വിവരങ്ങൾ നൽകിയത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട് 2 പേരുടെയും. ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കൊണ്ടുപോയിരിക്കുകയാണ്. നമുക്കൊപ്പം ജോബിൻ ബാബു ചേരുന്നുണ്ട്. ജോബിൻ ജോയലിന്റെ സുഹൃത്തു കൂടിയാണ്. ജോബിൻ, സ്വാഗതം. നമുക്കൊപ്പം ചേർന്നതിന് ആദ്യം തന്നെ നന്ദി. യാത്രയിലാണെന്നറിയാം. ജോബിൻ, കുറേ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു ഇതേ കമ്പനിയിൽ തന്നെയാണോ ജോബിനും ജോലി ചെയ്യുന്നത്? അല്ല, ഞാൻ ജോലി ചെയ്യുന്നത് വേറെ കമ്പനിയിലാണ്. ജോലി ആക്ച്വലി ഏകദേശം ഒരു 1.5 വർഷമായിട്ട് ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതാണ്. ഞാനും ജോലിയും ഏകദേശം ഒരു 8 വർഷമായിട്ടുള്ള സുഹൃത്തുക്കളാണ്. നാട്ടുകാരാണോ? അങ്ങനെയാണോ പരിചയം? ജോബിന് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. എങ്ങനെയാണ് ജോയലിനെ പരിചയം? ഒരുമിച്ച് പഠിച്ചതാണോ അല്ലെങ്കിൽ ഒരേ സ്ഥലത്താണോ വീട്? എങ്ങനെയാണ് പരിചയം ജോയലിനെ? എന്റെ വീടും ജോയലിന്റെ വീടും തമ്മിൽ ഏകദേശം ഒരു 6 കിലോമീറ്ററിന്റെ ഡിസ്റ്റൻസേ ഉള്ളൂ. ഞാൻ കൺസൾട്ടൻസിയാണ്, എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയാണ്. ജോയൽ ഏകദേശം കുറെ നാൾ ഞങ്ങളുടെ കൂടെ കൺസൾട്ടൻസി ഫീൽഡിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷമാണ് അവൻ ഈ ഒരു കമ്പനിയിലേക്ക് ജോലി ആവശ്യമായി പോയത്. 1.5 വർഷം മുൻപാണ് അവിടെ നിന്ന് മാറിയത് അല്ലേ? ഇവിടെ എന്തായിരുന്നു ജോയലിന്റെ ജോലി? എന്തായിരുന്നു ജോബിൻ? ജോയൽ ആക്ച്വലി അവിടെ ഈ ഫ്രണ്ട് ലൈൻ എന്ന് പറയുന്ന കമ്പനിയിൽ IT ഫീൽഡിലാണ് അവൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതിന് എത്ര കാലമായി ഇപ്പൊ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ട് ജോയൽ? ഏകദേശം 1.5 വർഷത്തിന് മുകളിൽ. ഈ ജോലിയുടെ ഭാഗമായിട്ട് ഇങ്ങനെ ലോങ് ട്രിപ്പുകളൊക്കെ പോകേണ്ടി വരാറുണ്ടോ?
അല്ല, ആക്ച്വലി അവനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ട്രിപ്പ് പോകേണ്ട ആവശ്യം ആ കമ്പനിയിൽ നിന്നില്ല. ഇതിപ്പം ഈ പറയുന്ന മനോജ് എന്ന് പറയുന്ന വ്യക്തി ജോയലിന്റെ ഒരു അടുത്ത സുഹൃത്താണ്. ആ അതുപോലെ അതിലുപരി ക്രിസ്മസിന്റെ ലീവ് കിട്ടിയ ഒരു സമയത്ത് പിന്നെ ഈ നോമ്പ് കാലമൊക്കെ ആയതുകൊണ്ട് അവന്റെ സുഹൃത്തിന്റെ കൂടെ കണ്ണൂർ വരെ വന്നു, തിരിച്ചുപോയി. ശരിക്കും അവൻ ഇന്നലെ അല്ലെങ്കിൽ ഇന്ന് നാട്ടിലെത്തുമെന്ന് ഞങ്ങളോട് ശനിയാഴ്ച ഞായറാഴ്ചയൊക്കെ ആയിട്ട് ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമാണ്. ഇന്ന് തിരിച്ചു വരുമെന്ന് പറഞ്ഞിരുന്നു അല്ലെ? എന്നാ അവസാനം ജോയലിനോട് സംസാരിച്ചത്? ഞാനും ജോയലും തമ്മിൽ ലാസ്റ്റ് സംസാരിക്കുന്ന ശനിയാഴ്ചയാണ്. ഉം. അന്ന് ഈ യാത്രയെ പറ്റി പറഞ്ഞിരുന്നോ ജോയൽ ഇങ്ങനെ പോകുന്നു എന്ന്? എന്തോ? അന്ന് ഈ ഇങ്ങനെ യാത്ര മനോജിന്റെ കൂടെ പോകുമെന്ന് പറഞ്ഞിരുന്നോ? ഇല്ല, അങ്ങനത്തെ ഒരു ടോക്ക് ഇല്ലായിരുന്നു. അവൻ ഞായറാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ച നാട്ടിലെത്തും എന്നാണ് എന്നോട് പറഞ്ഞത്. ഇപ്പം ഈ കമ്പനിയുടെ ഭാഗമായിട്ട് ഇങ്ങനെ ലോങ് ട്രിപ്പുകളൊന്നും പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അല്ലെ ജോയലിന്റെ ഒരു ജോലിയുടെ സ്വഭാവം വെച്ച്? ഇല്ല, ജോയലിന്റെ ജോലിയുടെ സ്വഭാവം വെച്ചിട്ട് അങ്ങനെ ഒരു ട്രിപ്പ് പോകേണ്ട ആവശ്യമേ ഇല്ല. അവന് IT ഫീൽഡിലാണ്. അവർക്ക് ആക്ച്വലി അവരെ ലോജിസ്റ്റിക്സും അതുപോലെ ഇപ്പൊ കാരവാൻ സർവീസും അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും ഉള്ള കമ്പനിയാണ്. പക്ഷെ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ IT ഫീൽഡിലാണ്. അങ്ങനെ ഒരു ട്രിപ്പ് പോകേണ്ട സാഹചര്യം അവന്റെ ജോലിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. മനോജിന്റെ കൂടെ മനോജ് ഒറ്റയ്ക്കായതിനു കൂടെ പോയതാണോ ജോയല്? അതെ, മനോജ് ഇവന്റെ അടുത്ത സുഹൃത്താണ്. അപ്പൊ അങ്ങനെ ഒരു ബന്ധത്തിൽ പിന്നെ ഈ പറയുന്ന പോലെ ഒരു കാരവാൻ സർവീസിലൊക്കെ പോകുക എന്നുള്ളതിന്റെ അവന്റെ ഒരു ആഗ്രഹപ്രകാരം പോയത് മാത്രമാണ്. അതിനപ്പുറം അവന് ജോലിയുടെ ഭാഗമായിട്ട് പോയതേ അല്ലായിരുന്നു. ഈ മനോജിന് ജോലി എന്തായിരുന്നു ഈ കമ്പനിയില്? അവൻ IT ഫീൽഡാണ്. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു അവന്റെ ജോലി. മനോജിനും എന്തോ? ഞാൻ ചോദിച്ച മനോജിന്റെ ജോലി കമ്പനിയിൽ മനോജും IT ഫീൽഡിൽ തന്നെയായിരുന്നോ? അല്ല, മനോജ് ഡ്രൈവറാണ്, കമ്പനിയുടെ ഡ്രൈവറാണ്. പുള്ളി ശരിക്കും അവിടെ ഇവർക്ക് സ്വന്തമായിട്ട് സ്കൂളുണ്ട്. ആ സ്കൂളിന്റെ ബസ്സിന്റെ ഡ്രൈവർ, അതുപോലെ കാരവാന്റെ ഡ്രൈവർ, അങ്ങനെയാണ് പുള്ളി. പിന്നെ പ്രൊഫഷണലി ഹീസ് എ ഡ്രൈവർ. ഓക്കെ, അപ്പൊ ഈ അങ്ങനെ മനോജിന്റെ കൂടെ പോയതായിരിക്കും അല്ലേ ജോയല്? ഈ മനോജിനോട് ജോബിൻ സംസാരിച്ചിട്ടുണ്ടോ എന്തെങ്കിലും? എന്തോ? മനോജിനോട് ജോബിൻ സംസാരിക്കുകയോ കാണുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ ഇതിനു മുൻപ്? ആര്, മനോജുമായിട്ടാണോ? ആ, മനോജിനോട് സംസാരിച്ചിട്ടുണ്ടോ? മനോജിനെ കാണുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ജോബിൻ? ഇല്ല, ഞാൻ ആദ്യമായിട്ടാണ് മനോജിനെ ഇന്ന് കാണുന്നത്. ഇന്നലെ രാത്രിയിൽ ഞങ്ങൾ അവിടെ എത്തിയിരുന്നു. പക്ഷെ പിന്നെ പോലീസുകാരുടെ നിയന്ത്രണം ഉള്ളതുകൊണ്ട് വണ്ടി തുറക്കാൻ നമുക്ക് അനുവാദമില്ലായിരുന്നു. ഇന്ന് രാവിലെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാർ വന്നതിന് ശേഷമാണ് നമുക്ക് വണ്ടി തുറന്ന് ആദ്യം മനോജ് ഡോറിന്റെ സൈഡിൽ തന്നെയാണ് കിടന്നത്. അതുകൊണ്ട് ആദ്യം മനോജിന്റെ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നതുകൊണ്ട് ആദ്യം മനോജിനെ കാണാം. അതിനുശേഷമാണ് ജോയലിനെ കാണാൻ തന്നെ സാധിച്ചത്. ആദ്യമായിട്ടാണ് മനോജ് എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ ഇന്ന് കണ്ടത്. ഇന്നലെ എപ്പം ഈ ജോബിൻ അവിടേക്ക് ഇന്നലെ എപ്പോഴെത്തി? ഞങ്ങൾ ഇന്നലെ രാത്രി 2:20 ആയപ്പം നമ്മുടെ വെസ്റ്റ് കോസ്റ്റ് ട്രെയിൻ നമ്മൾ വടകരയിലെത്തി. അവിടുന്ന് അന്നേരം തന്നെ നമ്മൾ ഈ പറയുന്ന സ്ഥലത്തേക്ക് എത്തിയിരുന്നു. അപ്പം ഇൻക്വസ്റ്റ് ഒക്കെ കഴിഞ്ഞപ്പോ പോലീസ് എന്താണ് പറഞ്ഞത് നിങ്ങളോട്? പോലീസ് ഇന്നിപ്പോ എല്ലാ എല്ലാ ചെക്കിങ്ങും കാര്യങ്ങളും ഫോറൻസിക്കും അതുപോലെ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളെല്ലാം വന്ന് ചെക്കിങ്ങിന് ശേഷം എല്ലാം അവർ പറയുന്നത് AC-യുടെ ഗ്യാസ് ലീക്കേജിന്റെ പ്രശ്നം മൂലമുണ്ടായ പ്രശ്നമാണ്. അതിനപ്പുറം വേറൊരു വിഷയത്തിലേക്ക് ഉണ്ടാകേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. AC-യുടെ വണ്ടിയുടെ പ്രശ്നം തന്നെയാണിത്. ഇന്നലെ ഇപ്പം ആ വണ്ടി ഈ കാരവൻ അവിടെ എന്നാണ് ഇവർ ശരിക്കും യാത്ര പുറപ്പെട്ടത്? ഒരു ഞായറാഴ്ചയാണ് പുറപ്പെട്ടത്. ഞായറാഴ്ച രാത്രി 2 മണി വരെ ജോയലിന്റെ മറ്റൊരു ഫ്രണ്ടിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. 2 മണിക്ക് വീഡിയോ കോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ ഫ്രണ്ട് ഇന്നലെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം രാത്രി 2 മണി വരെ വിളിച്ച് സംസാരിക്കുകയും പറയുകയൊക്കെ ചെയ്തതാണ്. അതിനുശേഷമാണ് ഈ സംഭവം ഉണ്ടായത്. അപ്പൊ അന്ന് ഈ ഫ്രണ്ടിനോട് സംസാരിക്കുമ്പോൾ ഈ കാരവനിലാണ് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നോ ജോയൽ? പറഞ്ഞായിരുന്നു. ആദ്യം 1:30 ആയപ്പം വിളിച്ചു. 1:30ക്ക് വിളിച്ച് അവിടെ വരെ ഫുഡ് കഴിക്കാൻ പോകുവാണെന്ന് പറഞ്ഞു. ഫുഡ് കഴിച്ചതിന് ശേഷം കാരവാനിൽ വന്ന് 2 മണിക്ക് വണ്ടിയിലെത്തി. സംസാരിച്ച് ലാസ്റ്റ് സംസാരിച്ച് ഫോൺ വെക്കുന്നത് ഞാൻ ഒരു സിനിമ കാണട്ടെ എന്ന് പറഞ്ഞ് കുറച്ച് സമയം കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ വെച്ചത്.
ഇതിപ്പം ഈ കമ്പനിയുടെ ആരോടെങ്കിലും സംസാരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു? ഈ കാരവൻ പോലെയുള്ള കാരവൻ ഒക്കെ ആകുമ്പം അതിന് പ്രോപ്പറായിട്ടുള്ള ഈ കണ്ടീഷനിങ് ഒക്കെ ഉണ്ടാവില്ല. അപ്പം അത് കൃത്യമായ ചെക്കിംഗ് പരിശോധനയൊക്കെ ഉണ്ടാകേണ്ടല്ലോ. ഇങ്ങനെ ഒരു AC ലീക്കേജ് അതുമായി ബന്ധപ്പെട്ട് കമ്പനി എന്തെങ്കിലും പറഞ്ഞോ? അവരോട് സംസാരിക്കാൻ പറ്റിയിരുന്നോ ആർക്കെങ്കിലും? കമ്പനിയുടെ ഓണർ നാളെ രാവിലെ നാട്ടിലെത്തുള്ളൂ. അദ്ദേഹം യൂറോപ്പിൽ എന്തോ പ്രോഗ്രാമുമായിട്ട് പോയിട്ടാണുള്ളത്. ഈ കാരവാന്റെ ഓപ്പറേഷൻ മാനേജറും അതുപോലെ കാരവാന്റെ മറ്റൊരു ഡ്രൈവറും പിന്നെ ഇവരുടെ തന്നെ കമ്പനിയുടെ വേറൊരു ഓപ്പറേഷൻ മാനേജറും നിലവിൽ അവിടെ നമ്മുടെ ഈ മുഴുവൻ സമയത്തും ഇന്നലെ ഞങ്ങൾ എത്തുന്നതിന് മുമ്പ് തന്നെ അവരുടെ ആ ഒരു ടീമും അവിടെ 4-ൽ പരം ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അവരിന്ന് ഈ പറയുന്ന ഇൻക്വസ്റ്റ് ഇത് മുഴുവൻ കഴിഞ്ഞതിന് ശേഷമാണ് അവരവിടെ ആ സ്ഥലത്ത് നിന്ന് 2 പേര് ജോയലിന്റെ വീട്ടിലേക്കും 2 പേര് മനോജിന്റെ വീട്ടിലേക്കും അവർ യാത്ര തിരിച്ചേക്കുന്നത്. അപ്പൊ അവരോട് നമ്മൾ സംസാരിച്ചത് പ്രകാരം അവർ പറഞ്ഞത് പിന്നെ വണ്ടിക്ക് അങ്ങനെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും നിലവിലില്ലായിരുന്നു. പിന്നെ എന്തെങ്കിലും കംപ്ലൈന്റുകൾ ഇപ്പൊ നോർമലി ഒരു വണ്ടി ആയതിനാൽ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ വർക്ക്ഷോപ്പിൽ കയറ്റി അവർ ചെയ്തു. AC-യുടെ പ്രശ്നം ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഉണ്ടായിരുന്നു. അത് വർക്ക്ഷോപ്പിൽ കയറ്റി കാണിച്ചു എന്ന് അവർ പറയുന്നുണ്ട്. AC-യുടെ പ്രശ്നം, അതായത് ഈ അപകടം ഇങ്ങനെ ഒരു ഉണ്ടാകുന്ന ഈ യാത്ര പുറപ്പെടുന്നതിന് മുൻപേ AC-ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു എന്നാണോ പറഞ്ഞത്, അതോ ഇപ്പോഴോ? യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് പ്രശ്നങ്ങളില്ലായിരുന്നു. അവര് ഈ എടപ്പാൾ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നിന്ന് കണ്ണൂരേക്ക് ഈ ബ്രൈഡ് ആൻഡ് ഗ്രൂമിനെ കൊണ്ടുവരുന്ന സമയത്ത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് വഴിക്ക് എവിടെയോ വെച്ച് ഈ ഒരു പ്രശ്നം അവര് സോൾവ് ചെയ്തായിരുന്നു. തിരിച്ചു പോകുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ സോൾവ് ചെയ്തതിൽ എന്തോ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അത് എവിടെ വെച്ചിട്ടാണ് എന്നുള്ളത് ചോദിച്ചോ? അത് പോലീസ് ആ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ടല്ലോ അല്ലെ? അത് പോലീസ് ശേഖരിച്ചിട്ടുണ്ടാകണം തീർച്ചയായും. കാരണം നമ്മളത് അങ്ങനെ ഒരു കാര്യത്തിലേക്ക് ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ സംസാരിക്കാനോ പറ്റിയൊരു സാഹചര്യം അല്ലാത്തതിനാൽ നമ്മൾ അങ്ങനത്തെ ഒരു കാര്യങ്ങളിലേക്ക് നമ്മൾ ഇടപെട്ടിട്ടില്ല. ഈ ജോയലിന്റെ ഫാമിലിയിൽ ആരൊക്കെയുണ്ട്? ജോയലിന്റെ വീട്ടില് പപ്പയുണ്ട്, മമ്മിയുണ്ട്, പിന്നെ ചേട്ടനുമുണ്ട്, ചേച്ചിയുണ്ട്. അവർ 2 പേരും പുറത്താണ് നിലവിൽ. പപ്പയും മമ്മിയാണ്. അവർ 2 പേരും വീട്ടിലുണ്ട്. ശരി, വളരെയധികം നന്ദി ജോബിൻ സംസാരിച്ചതിന്. എനിക്കറിയാം യാത്രയിലാണ്, അതിനിടയിലും ഈ ഒരു പ്രയാസത്തിനിടയിലും സംസാരിക്കാൻ ഇത്രയും കാര്യങ്ങൾ, കാരണം കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയാത്തതുണ്ടായിരുന്നു. അപ്പം അത് അറിയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. വളരെയധികം നന്ദി ജോബിൻ ചേർന്നതിന്, സംസാരിച്ചതിന്. എന്നാലും പോലീസ് ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കി ഇപ്പോൾ 2 പേരുടെയും, മനോജിന്റെയും അതോടൊപ്പം തന്നെ ജോബിന്റെയും മൃതദേഹങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ട് നൽകും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്ന വിവരം. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കമ്പനി ഉടമ ഒരു യൂറോപ്യൻ ട്രിപ്പിലാണ്. ആ ട്രിപ്പ് കഴിഞ്ഞ് നാളേക്ക് ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് എത്തും എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ ഇപ്പോഴുള്ള വിവരം. ഇതുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ ഇനിയും അറിയേണ്ടതുണ്ട്. AC-യുടെ ലീക്കേജ് ആണ് പ്രശ്നമെന്ന് പറയുന്നു. അതുമായി ബന്ധപ്പെട്ട പരിശോധനകളും ശാസ്ത്രീയ പരിശോധനകളും ഒരു ഭാഗത്ത് നടന്നു വരുന്നുണ്ട്.